അങ്ങനെ റോന്ത് മൂവി കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്കുള്ള സംശയം, ആളുകൾ എന്താ ഇത്രയും നല്ല ഇതുപോലുള്ള സിനിമകളൊക്കെ മിസ് ചെയ്യുന്നേ? ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് ഒരു 4 പേരാണ് ഈ സിനിമ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷോ നടത്തില്ല എന്ന് പറഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു ഫാമിലി വന്നു. അപ്പം അവർ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ 7 പേരെ വെച്ചിട്ട് ഈ സിനിമ റൺ ചെയ്യുകയായിരുന്നു. എനിക്കിത് കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമായി പോയേനെ. ദിലീഷ് പോത്തന്റെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് ജീവിക്കുകയാണ്. ഈ പടം മൊത്തം കൊണ്ടുപോയിരിക്കുന്നത് അങ്ങേര് തന്നെയാണ്. വേറെ ആരുടെയും പേര് എനിക്ക് പറയാനില്ല. ദിലീഷ് പോത്തൻ ഈസ് എ വണ്ടർഫുൾ ആക്ടർ. പിന്നെ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ, പോലീസ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു പീക്ക് ലെവൽ. റോന്ത്, അതായത് പെട്രോളിങ്ങിന് പോകുന്ന, രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർക്ക് ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങൾ, ഒരു ദിവസത്തെ കാര്യമാണ് സിനിമ ഫുള്ള്. അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് വരുന്നു, അവർക്കുണ്ടാകുന്ന ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതെങ്ങനെ അവരുടെ ഫാമിലി ലൈഫിലോട്ടൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു അടിപൊളി ഫിലിം എന്ന് പറഞ്ഞാൽ അടിപൊളി ഫിലിം. ഞാനിങ്ങനെ എപ്പോഴും അടിപൊളി പറയുന്നത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഈ പോലീസ് പടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു ജോലിയാണ് പോലീസ്. പക്ഷെ വേണ്ടത്ര കഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് കിട്ടിയില്ല. അതുകൊണ്ട് പോലീസ് പടം ഒന്നും ഞാൻ വിടാറില്ല. എത്ര പൊട്ടപ്പടമാണെങ്കിലും ഞാൻ പോയി കാണും, അല്ലെങ്കിൽ OTT കാണും. അപ്പം കുറേ നാളായിട്ട് കാണാൻ വെച്ചിരുന്നൊരു മൂവിയാണ്. ഇന്ന് ചെന്നപ്പം കാണാൻ പറ്റിയില്ലല്ലോ നമ്മുടെ സങ്കടത്തോടെ ഇറങ്ങി വരികയായിരുന്നു. പക്ഷെ ആ വന്ന 3 ഫാമിലി അവര് ഉള്ളത് കൊണ്ട് പടം റൺ ചെയ്തു. നിങ്ങൾ മസ്റ്റായിട്ട് കാണണം തിയേറ്ററിൽ തന്നെ. ഇന്റർവൽ പഞ്ചൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഇന്റർവലെ കൊണ്ട് നിർത്തുന്നതൊക്കെ അടിപൊളിയാണ്. പോലീസുകാർക്ക് നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും അവരുടെ സ്റ്റേഷനിലെയും വയർലെസ്സിൽ വരുന്ന മെസ്സേജും അതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു റിയലിസ്റ്റിക് മൂവി, കറക്റ്റ് എന്താ പറയുക, ഒരുപാട് ജഗപൊകയൊന്നും ഇല്ലാത്ത റിയലിസ്റ്റിക് മൂവിയാണ്. കാണാൻ പറ്റുന്നവരൊന്ന് പോയി വാച്ച് ചെയ്ത് നോക്കാം. നൈസ് മൂവി.